കുറച്ച് രക്ഷാപ്രവർത്തകർ എന്റെ കൂടെയുണ്ട്. നമുക്ക് ഫോണിൽ വേണമെങ്കിൽ ലഭ്യമാക്കാൻ ആകും. നിലവിൽ അവരെല്ലാം തന്നെ നിരാശർ ആയിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവരെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോയത്. ഒരു വേള അവർക്ക് തീർച്ചയായിട്ടും ശ്രീധരൻ അവരുടെ അനുഭവം ചോദിച്ചോളൂ. നമുക്ക് ഇന്നിപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ സിഗ്നൽ ലഭിക്കാൻ ഇവിടെ ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ടാണ് ശ്രീധരനെ തത്സമയം കാണിക്കാൻ കഴിയാത്തത്. അവരോട് ഫോണിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. അഭിലാഷ്, ഞാനിപ്പോൾ ഫോൺ അവർക്ക് കൈമാറുകയാണ്. നസ്ര എന്നുള്ള ഒരു കൂട്ടം, മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ്. അവർ ഈ നിരവധി ദുരന്ത മുഖത്തൊക്കെ പോയിട്ട് പരിചയമുള്ള ആളുകളാണ്. അതിൽ നാസ് എന്നുള്ള വ്യക്തി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ അഭിലാഷ് നേരിട്ട് തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാനാകും. നാസ്, ഇന്നിപ്പോ എന്തായാലും നിങ്ങൾ മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്നല്ലോ, സൈന്യവും ഉണ്ടായിരുന്നു. സൈന്യം വലിയ തോതിൽ തെരച്ചിൽ നടത്തിയിട്ടും കരയിൽ, നദിയിലല്ലാതെ കരഭാഗത്ത് എവിടെയും ഈ ലോറി ഇല്ല എന്ന് അവർ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നിന്ന് ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഓക്കെ, അതായത് കരഭാഗത്ത് പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ അടിച്ചുറപ്പിച്ച് പറയാനായിട്ടില്ല. കാരണം പുഴയുടെയും റോഡിന്റെയും രണ്ടിന്റെയും നടുക്കായിട്ട് ഒരു ഭാഗം വരുന്നുണ്ട്. അതും നമുക്ക് കരയിലേക്ക് എന്ന് തന്നെ പറയാം, വേണമെങ്കിൽ പുഴയിലേക്കൊന്നും പറയാം. ഓക്കെ, അപ്പൊ ആ ഭാഗങ്ങളിലേക്ക് ഇതുവരെ യാതൊരു വിധത്തിലുള്ള സെർച്ചിങ്ങും നടത്തിയിട്ടില്ല, സെർച്ചിങ്ങും അവിടെ എത്തിയിട്ടില്ല. അത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കാണുവാണ്. കാരണം എന്താ വെച്ചാല് ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് പിന്നെ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ലോറി പാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തായിരിക്കാം കൂടുതലും നമുക്ക് പിന്നെ ഈ വാഹനം കണ്ടെത്താനാകുക. ഇന്ന് ഈ പറഞ്ഞ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ച എല്ലാ സ്ഥലത്തും സൈന്യം പരിശോധന നടത്തിയില്ലേ? യെസ് ഓക്കെ. അതില് ഞാൻ ഈ പറഞ്ഞ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ ഭാഗങ്ങളിലേക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഭാഗത്തുള്ള ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മള് പരമാവധി ഈ ലോറി പാർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആ ഭാഗങ്ങൾ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പരമാവധി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന റിപ്പോർട്ട് അവിടെ നമ്മള് ഈ പിന്നെ JCB കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മുഴുവനായിട്ടും രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് സിഗ്നൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പാർക്കിംഗ് സെക്ഷനിൽ 2 സ്ഥലങ്ങളിലായിട്ടാണ് സിഗ്നൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ 2 സ്ഥലത്തും നിലവില് പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ള റിസൾട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇത് മതിയോ? ഓക്കെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നദിയിലായിരിക്കും, കാരണം വെച്ചാൽ നദിയിൽ 25 അടി താഴ്ചയുള്ള വലിയൊരു നദിയാണ്. അതിലേക്ക് ഒരു വലിയ കുന്ന് തന്നെ വീണ് അത് ഏതാണ്ട് 30 അടിയോളം താഴ്ചയിൽ ഒരു വലിയ എന്താ പറയുക ഒരു ദ്വീപ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അത്രയും മണ്ണുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു തെരച്ചിൽ എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ ഉള്ളത് എന്താണ്? അഭിലാഷ്, നമ്മുടെ തത്സമയ സംവിധാനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അവിടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി ആയിട്ടുണ്ട്, നമുക്ക് ദൃശ്യങ്ങൾ അവിടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ നസ്ര ടീം അംഗങ്ങൾ എന്നോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. ഈ ആളുകളാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകളാണ് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. അഭിലാഷ് ചോദിച്ചത് ഇനിയിപ്പോൾ നദിയിലെ തിരച്ചിൽ എത്രത്തോളം നമുക്ക് ഗുണകരമായിട്ട് ഉണ്ടാകും. കരയിലില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. നദിയിലെ തിരച്ചിൽ എത്രത്തോളം നമുക്ക് ഗുണകരമായി മാറും? അത് നദിയിൽ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മല കഴിഞ്ഞാൽ റോഡാണ്, റോഡ് കഴിഞ്ഞാൽ പിന്നെ നദി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതിന് രണ്ടിലും ഇടയിലായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഈ നദി വെള്ളം തുടങ്ങുന്നതിന് മുമ്പായിട്ടും ഈ റോഡ് കഴിഞ്ഞതിന് ശേഷവുമായിട്ട് ഈ കടകളൊക്കെ നിന്നിരുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം മുഴുവനായിട്ടും ഈ മണ്ണിടിച്ചിൽ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മുകൾ ഭാഗത്തു നിന്നും വന്ന മണ്ണ് നേരെ ഈ വൈക്കിളടക്കം ഇവിടേക്ക് പോയി പതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വലിയൊരു പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം കാണാനിടയായി. കാരണം എന്താ വെച്ചാൽ അന്ന് അങ്ങനെ പതിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള സൂചനയാണ് കാണുന്നത്. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഈ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ റോഡിലുള്ള മുഴുവൻ മണ്ണുകളും അവിടേക്കാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അതായത് നദിയുടെ തീരത്തേക്ക്. അതെ, അതോട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്പോട്ട് അവിടെ ഇപ്പം ഒരു കുന്നു മോഡലായിട്ട് അവിടെ മൺകൂഴ
നിവർന്ന് നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇനി അഥവാ ഈ ലോറി പെട്ടിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. കാരണം മെറ്റൽ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അത് 10 മീറ്ററോളം അതല്ലെങ്കിൽ 15 മീറ്ററോളം എന്നുള്ള രൂപത്തിലാണ് നമുക്ക് അതിന് സിഗ്നൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ പിന്നെ അവിടുത്തെ ആ നദിയുടെ ഉയരവും റോഡിൻ്റെ ഉയരവും നദിയും തമ്മിൽ ഏതാണ്ട് 10 മീറ്ററിൽ കൂടുതൽ ആ ഭാഗം തന്നെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വന്ന മൺകൂനയും ഈ റോഡിൽ നിന്നും ഗതാഗതം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എത്രയും പെട്ടെന്ന് അവിടുന്ന് ആ മണ്ണ് നീക്കിയിട്ടുള്ളത്. ആ മണ്ണ് വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ 15 മീറ്ററിന് മുകളിൽ അത് തന്നെയായി. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മറ്റേ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ചുള്ളൊരു ഇത് കിട്ടും എന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ലെങ്ത്ത് കൂടി പോയിട്ടുണ്ടത്. ഇപ്പം എന്നിരുന്നാലും ഇന്നത്തെ ദിവസം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞ പോലെ ആർമി സേന ഭാഗങ്ങളൊക്കെ പരിസരങ്ങളെ ക്ലിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മെറ്റൽ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ച് സെർച്ച് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താ വന്നതെന്ന് അറിയില്ല, രഞ്ജിത്ത് സാറിനോട് ചോദിക്കേണ്ടതുണ്ട്. അവസാന ഘട്ടത്തിൽ ഈ സമയത്താണ്. അപ്പോൾ നമ്മൾ പിന്നെ ഏതാണ്ട് ടൈം നമുക്ക് 7 മണി വരെയുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം നേരത്തെ ഇറങ്ങിയെന്ന് മാത്രം. ഇന്ന് കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ പോലീസുകാരെ തീർച്ചയായിട്ടും അഭിലാഷ്, ഇന്നത്തെ ഒരു പ്രധാന കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ, അതായത് ഇവരെല്ലാം സന്നദ്ധരായിട്ട് വന്ന, യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ വന്ന ആളുകളാണ്. ഇവർക്ക് നേരെ അല്ലെങ്കിൽ ഇവരെ അവിടെ പണിയെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങൾ ആ സ്പോട്ടിൽ അപ്പോഴുണ്ടായിരുന്നല്ലോ, എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പിന്നെ മൊത്തം ആളുകളെ ഒഴിവാക്കണം, പിന്നെ കേരളത്തിൽ നിന്നുള്ള വന്നിട്ടുള്ള മൊത്തം ആളുകളോട് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത്. അതിന് പിന്നെ നമ്മളെ ഓഫീസറായിട്ട് നമുക്ക് നിയന്ത്രിച്ചിരുന്ന ആൾ രഞ്ജിത്ത് സാറിനെ വരെ പിന്നെ ഒരു കയ്യേറ്റത്തിലേക്ക് മാറാമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളൊക്കെ ഇടപെട്ടത് ഈ വിഷയത്തിൽ. അതിന് ഇവരെ ആവശ്യങ്ങൾ എന്തോ അലങ്കോലപ്പെടുത്തിയത് ഇത് പൂർണ്ണമായിട്ടും നിർത്താനാണോ എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഇന്നത്തോടു കൂടി വന്നു. ഇതിൻ്റെ ഒരു മൊത്തം വശം നേരത്തെ ഇപ്പോൾ ഈ പിന്നെ പുഴേൻ്റെ ആയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് ഫസ്റ്റിൽ നമ്മൾ ഈ പിന്നെ ഇതിൽ റഡാറിൽ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് സൂചിപ്പിക്കുന്നതോടു കൂടി ഇവർക്ക് ഇവിടുന്ന് കിട്ടുമെന്നൊരു തോന്നൽ വരുമ്പോഴേക്കും മറ്റുള്ള ആളുകളോട് മാറ്റിയിട്ട് ഇവരെ ആളുകൾ മാത്രം ഇവിടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയെന്നാണോ? അത് അങ്ങനെ ഒരു സംഗതിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതുണ്ട്. രണ്ടാമത് ഒരു ഈഗോ പ്രശ്നം മൊത്തത്തിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളോ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങളോ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു ഭാഗം കൂടിയും ഇറങ്ങി പരിശോധിച്ച്, അല്ലെങ്കിൽ അവിടെ മണ്ണ് മാറ്റി പരിശോധിക്കാൻ തന്നെ ഈ പരിശോധിച്ച് ഞാൻ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും വേറെ നെഗറ്റീവ് വശം ഇതിൽ വരുന്നുണ്ട്. ആ ഇത് പരിശോധിക്കാതെ എന്തുകൊണ്ട് ഇവിടെ മണ്ണ് ആദ്യം കൊണ്ടുപോയി തട്ടി എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഇനി കിട്ടാൻ 90% അല്ലെങ്കിൽ 100% സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൂടിയിട്ടുള്ള പുഴയാണല്ലോ. ഈ മുകളിൽ നിന്ന് കൊണ്ടുപോയ മണ്ണ് തട്ടുന്ന സ്ഥലം, ഈ തട്ടിയ സ്ഥലം ഇതാണ്. ഇവർ ചെയ്യേണ്ടുന്ന പണി അതല്ലല്ലോ. ആദ്യം ഒരു രക്ഷാദൗത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മണ്ണും കാര്യങ്ങളും മാറ്റേണ്ടത് സുരക്ഷിതമായിട്ടുള്ള ഭാഗത്തേക്ക്, അറ്റ്ലീസ്റ്റ് റോഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് കുറച്ചൊരു ഭാഗത്തേക്ക് മാറ്റിക്കാണ്ട് ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പോരുകയാണെങ്കിൽ പോലും ഇത്ര റിസ്ക് അവിടെ ഉണ്ടാവില്ല. ഈ ഭാഗത്തേക്ക് ഇനി രണ്ടാം ഘട്ടം അങ്ങോട്ട് തെരച്ചിൽ മാറ്റണം എന്ന് പറയുമ്പോൾ ആ മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത പണിയൊക്കെ രണ്ടാമത് എടുക്കണം. ഈ മാറ്റിയ മണ്ണുകളാണ് ഇനി മാറ്റേണ്ടത്. അത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം റിസ്ക്കിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ റഡാറിൻ്റെ ഈ ഹൈറ്റും കാര്യങ്ങളും പറഞ്ഞ് 10 മീറ്റർ 15 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ സേനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അതിനുള്ള ഒരു പെർമിഷൻ ഇവിടുന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ റഡാർ സംവിധാനം ഫസ്റ്റിൽ ഇവർ കൊണ്ടുവന്നത് ആ 2 മീറ്റർ 3 മീറ്റർ നോക്കാൻ പറ്റിയ പൈപ്പ് പൊട്ടിയാൽ നോക്കാൻ പറ്റുന്ന സാധനമാണത്. വല്ല പിന്നെ വയറിങ്ങിനോ വല്ല പൈപ്പിനോ കേബിളൊക്കെ റോട്ടിൽ കൂടെ പോണ കേബിളോ കാര്യങ്ങളോ പൊട്ടുണ്ടോ നോക്കുന്ന സാധനം 2 മീറ്റർ 3 മീറ്റർ. ഇത്രത്തോളം ഈ ഒരു കണ്ടെയ്നറും കാര്യങ്ങളും പോയ സ്ഥലത്ത്, ഈ ഒരു മലയും കുന്നും ഒന്നായിട്ട് ഇടിഞ്ഞു തരുന്ന സ്ഥലത്ത് ഈ സാധനം കൊണ്ട് തിരഞ്ഞാൽ എന്തെങ്കിലും കാണാം. സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ